ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ അടുത്ത ക്ലാസ്സാണിത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈ ക്ലാസ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്. അപ്പോൾ നോക്ക്, നമ്മുടെ ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായും എത്രയായി തിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഋതുക്കളെ 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് ശൈത്യകാലം, അടുത്തത് ഉഷ്ണകാലം, അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഇത് ശൈത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ മാസത്തിൽ തുടങ്ങി ജനുവരി ഫെബ്രുവരി മാസം വരെയാണിത് ശൈത്യകാലം. ഉഷ്ണകാലം മാർച്ച് തുടങ്ങി ഏപ്രിൽ മെയ് വരെയാണിത് ഉഷ്ണകാലം. തെക്ക് പടിഞ്ഞാറ് ആരംഭിക്കുന്നത് ജൂൺ മാസത്തിൽ തുടങ്ങി ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഇനിയുള്ള ഒക്ടോബർ നവംബർ മാസത്തിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഉഷ്ണകാലം ചോദിച്ചാൽ ഏതാണ് ആൻസർ? അത് മാർച്ച് ഏപ്രിൽ മെയ് വരുന്ന ബി ആണ് ആൻസർ. അപ്പം ഡിസംബർ ഫെബ്രുവരി ഏത് കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കാലമാണ്? അത് ശൈത്യകാലമാണ്. ഏത്? ഡിസംബർ ഫെബ്രുവരി. ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം നമ്മളിവിടെ പറഞ്ഞു ഏതാണ്? അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഏത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഒക്ടോബർ നവംബർ ചോദിച്ചു കഴിഞ്ഞാൽ അത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണെന്ത്? ഒക്ടോബർ നവംബർ. അപ്പോൾ ഇതാണെന്ത് ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. ആ 4 ഘട്ടങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇതാണ്ട് 17ാമത്തെ ചോദ്യം നോക്കിയാണ് ഇന്ത്യയിലെ ശൈത്യകാലം ഏത്. ഇന്ത്യയിലെ ശൈത്യകാലം ചോദിച്ചാൽ നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണെന്ന് മനസ്സിലായില്ല. അവൻ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി ഇന്ത്യയിലെ ഋതുക്കളെ നമ്മൾ പ്രധാനമായും എന്നാണ് പറഞ്ഞത്, എന്നാൽ പരമ്പരാഗത ഋതുക്കളുണ്ട് കേട്ടോ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ എത്രയായി തിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 6ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെയാണേ. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ശിശിരം, 2 വസന്തം, അടുത്തത് ഗ്രീഷ്മം, അടുത്തത് വർഷം, ശരത്ത്, ഹേമന്തം. ഇതാണെന്ത് പരമ്പരാഗത ഋതുക്കൾ. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം. നമ്മൾ ശിവ എന്നാലോചിച്ചാൽ മതി. ശിവ, അതുപോലെ ഗ്രീവ, ശിവ ഗ്രീവ. അപ്പം ഷാ പോലുള്ള അക്ഷരത്തിലേക്ക് ആവുന്നേക്കുന്ന വീണ്ടും ഷാ പോലുള്ള അക്ഷരം വരും. ശരത്ത്, ഹേമന്തം. അപ്പം ശിവ ഗ്രീവ ഷഹേ എന്ന് പഠിച്ചാൽ മതി. എന്താണ് പരമ്പരാഗത ഋതുക്കളെ കിട്ടും. ഇനി നമ്മളത് ചോദിക്കുന്നു, ഈ പരമ്പരാഗത ഋതുക്കൾ ഏതൊക്കെ മാസത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ മാത്രം പഠിച്ചു വെച്ചിരുന്നത്. അതേട്ടാ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനുവരി മുതൽ ഡിസംബർ വരെ ഉള്ളത്. ശിശിരത്തിന് ജനുവരി ഫെബ്രുവരി, വസന്തമാകുമ്പോൾ മാർച്ച് ഏപ്രിൽ, ഗ്രീഷ്മമാകുമ്പോഴാണെങ്കിൽ അത് മെയ് ജൂണാണ്. മെയ് ജൂൺ. വർഷമാകുമ്പോഴാ അത് ജൂലൈ ഓഗസ്റ്റ്. ശരത്താകുമ്പം സെപ്റ്റംബർ ഒക്ടോബർ. ഇനി ഹേമന്തമാകുമ്പോഴാ നവംബർ ഡിസംബർ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഏത്? ഈ ശരത്താണ് പരീക്ഷയുടെ ഇഷ്ട ചോദ്യങ്ങളിലൊന്ന് കേട്ടാ, പരമ്പരാഗത ഋതുക്കളെ. അപ്പോൾ നമ്മളത് ചോദിക്കുകയാണെങ്കിൽ ഈ 2 രീതിയിൽ മാത്രമേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ കേട്ടോ, പ്രധാനമായും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ചോദിച്ചാൽ ഏതാണ്? അത് എക്കൽ മണ്ണാണ്. ഉത്തരം എന്താണ്? എക്കൽ മണ്ണാണെന്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ണാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണ് ഏത് തന്നെയാണ്? എക്കൽ മണ്ണാണ്. ഓക്കെ. നമ്മുടെ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിലുണ്ടല്ലോ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അപരദന പ്രക്രിയയുടെയൊക്കെ ഫലമായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലം ഉണ്ടായത്. ആ ഉത്തരേന്ത്യൻ സമതലത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന പുതിയ എക്കൽ മണ്ണുമുണ്ട്, പഴയ എക്കൽ മണ്ണുമുണ്ട്. പുതിയ എക്കൽ മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഖാദർ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഖാദർ എന്ന് വിളിക്കും. പഴയ എക്കൽ മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗർ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഫംഗർ എന്ന് വിളിക്കും. ഓക്കെ. അപ്പം ഇതിൽ പഴയത് ചോദിച്ചാൽ ആരാണ്? അത് ഫംഗറാണ്. പുതിയത് ചോദിച്ചാൽ ഖാദറാണ്. ഈ ഫംഗറിനാണ് വിസ്തൃതി കൂടിയത് കേട്ടോ. വിസ്തൃതി കൂടിയ ഭാഗത്ത് കാണപ്പെടുന്നതൊക്കെ എന്താണ്? ഫംഗറാണ്.
ഈ ഫംഗറിനേക്കാൾ ഫലപുഷ്ടി കൂടിയ മണ്ണാണ് ഏത്? അത് ഖാദറാണെന്ത്? ഫംഗറിനേക്കാൾ ഫലപുഷ്ടി കൂടിയ മണ്ണാണ് ഏത്? അത് ഖാദറാണ് കേട്ടോ, ഖാദർ. ഇനി ചെങ്കൽ മണ്ണുണ്ടല്ലോ, അതാണ് ലാറ്ററൈറ്റ് മണ്ണെന്നറിയപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ ഇതാണ്, അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഇന്ത്യയുടെ തീരദേശം ഉണ്ടല്ലോ, ഇന്ത്യയുടെ തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഞാൻ ഈ ഗുജറാത്തിൻ്റെ ഭാഗം മുതൽ ഇതാണ്ട് ഇവിടം വരെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗം വരെ വരച്ചു. അപ്പം ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ച് കിടക്കുന്ന തീരദേശം ആർക്കുണ്ട്? ഇന്ത്യക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പ്രദേശം, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് പ്രദേശം. അപ്പോൾ നോക്കിക്കോണേ, അപ്പോൾ ഈ പറഞ്ഞ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് പ്രദേശം. അല്ലെങ്കിൽ നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടുത്തെ മഹാനദിയുടെ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്നതാണ് എന്ത്? ഇന്ത്യയുടെ തീരദേശം. അപ്പം ഞാൻ ഇന്ത്യയുടെ തീരദേശം പറയുന്ന സമയത്ത് ഇതാണ്ട് ഇവിടെ ഈ ഭാഗത്തൊരു തീരദേശമുണ്ട്. ഇതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം. ആ പടിഞ്ഞാറൻ തീരത്തെയാണ് നമ്മൾ പശ്ചിമ തീരം എന്ന് വിളിക്കും. പശ്ചിമ തീരം. ഈ ഭാഗമാണെന്ത്? കിഴക്കൻ തീരം. അതിനെ പൂർവ്വ തീരം എന്ന് വിളിക്കും. ഈ പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടി സംഗമിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് ഈ സ്ഥലം. ഇവിടെ നമ്മൾ കന്യാകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം പശ്ചിമ തീരവും പൂർവ്വ തീരവും സംഗമിക്കുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അപ്പം ഈ പശ്ചിമ തീരത്തെ നമ്മൾ പ്രധാനമായും മൂന്നായി തിരിച്ചിട്ടുണ്ട്. പശ്ചിമ തീരത്തെ പ്രധാനമായും മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതൊന്ന് ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. 3 മലബാർ തീരം. ആ മലബാർ തീരത്തിലാണ് ആര് വരുന്നത്? നമ്മുടെ കേരളം വരുന്നത് മലബാറിൻ്റെ തീരത്താണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PSCയുടെ ഉത്തരപ്രകാരം 601.1 കിലോമീറ്ററാണ് നിലവിലെ നമ്മുടെ കേരളത്തിൻ്റെ തീരദേശം. ഓക്കെയാണേ, തീരദേശ ദൈർഘ്യം. ഇനി അവൻ പശ്ചിമ തീരത്തെ മൂന്നായി തിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പൂർവ്വ തീരത്തെ എത്രയായി തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമായും 2ആയി തിരിക്കും. ഒന്ന് വടക്കൻ സിർക്കാസ് എന്നും വടക്കൻ സിർക്കാസ് എന്നും കോറമാൻഡൽ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? 2ആയിട്ട് ആര് തിരിക്കുന്നു? പൂർവ്വ തീരത്തെ തിരിക്കുന്നു. നമുക്കുള്ള കന്യാകുമാരി ഉണ്ടല്ലോടാ, ഈ കന്യാകുമാരിയുടെ ഈ ഭാഗം മുതൽ ഈ ആന്ധ്രയുടെ തെക്ക് ഭാഗം വരെയാണിത് ഈ പറയുന്ന കോറമാൻഡൽ തീരം. ഓക്കെയാണേ, അപ്പം ഈ പറയുന്ന പ്രദേശമാണെന്ത്? കോറമാൻഡൽ തീരം. ഇവിടം മുതൽ അങ്ങ് വടക്കോട്ടുള്ളതാണ് ഏത്? വടക്കൻ സിർക്കാസ് എന്ന ഭാഗം. ഇനി നമ്മുടെ ഗുജറാത്ത് മുതൽ ദാമൻ ദിയു ഉണ്ടല്ലോ, അവിടം വരെയാണ് ഗുജറാത്ത് തീരം. ആ ദാമൻ ദിയു മുതൽ ഇങ്ങ് തെക്ക് നമ്മുടെ കർണാടകയുടെ വടക്ക് ഭാഗം വരെയാണ് കൊങ്കൺ തീരം. ആ കർണാടകയുടെ വടക്ക് മുതൽ അങ്ങ് കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് ഏത്? മലബാർ തീരപ്രദേശം. ഇനി ഇവിടെ ചോദിക്കുന്ന മറ്റൊന്നാണ് ഉത്കൽ തീരം എന്ന് ചോദിക്കും. എന്തെന്ന് ചോദിക്കും? ഉത്കൽ തീരം. ഉത്കൽ തീരം ആര് എന്ന് ചോദിച്ചാൽ ഒഡീഷയുടെ തീരദേശത്തെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഉത്കൽ തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി PSCയുടെ SCERT ഉത്തരസൂചിക പ്രകാരം ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ അത് 7517 കിലോമീറ്ററാണ് കേട്ടോ. എന്നിട്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉപദ്വീപീയ ഇന്ത്യ. ഉപദ്വീപീയ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് മുതൽ ഞാൻ സുന്ദർബൻസ് ഡെൽറ്റ വരെ പറഞ്ഞില്ലേ, അതാണ് ഉപദ്വീപീയ ഇന്ത്യ. ആ ഉപദ്വീപീയ ഇന്ത്യ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഇവരുടെ എല്ലാവരുടെയും കൂടെ, അതായത് ഈ പറയുന്ന 3 ആൾക്കാരുടെയും കൂടെ തീരദേശ ദൈർഘ്യമാണ് എത്ര? 7517 കിലോമീറ്റർ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ തെക്ക് ഭാഗം, അതിലാരൊക്കെ വരത്തില്ല? ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാറൊന്നും വരത്തില്ല. അവൻ്റെ വിസ്തൃതി എത്രയെന്ന് ചോദിച്ചാൽ, മീൻസ് അവൻ്റെ തീരദേശ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ അത് 6083 കിലോമീറ്ററാണ്. അത് റൗണ്ടഡ് വാല്യൂ ആയിട്ട് നമ്മുടെ +2ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 6100 കിലോമീറ്റർ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ഏത്? ലക്ഷദ്വീപ് കേട്ടോ. ഏതാണ്? ലക്ഷദ്വീപ്. 1,00,000 ദ്വീപുകൾ എന്നർത്ഥം വരുന്നതാണ് ഏത്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് കവരത്തിയാണെന്ത്? ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ. ഈ ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അറബിക്കടലിനെ ലക്ഷദ്വീപ് കടൽ എന്നും അറിയപ്പെടുന്നു. എന്തെന്നും അറിയപ്പെടുന്നു?
ലക്ഷദ്വീപ് കടലെന്നും ഏതിനെ അറിയപ്പെടുന്നു? അറബിക്കടലിനെ അറിയപ്പെടുന്നു. ഈ ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ് കേട്ടോ. ഏതാണ്? മാലിദ്വീപാണ്. ഓക്കെ, ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിദേശ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് മാലിദ്വീപാണ്. അപ്പോൾ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ് എത്ര? അത് 8 ഡിഗ്രി ചാനലാണ്. ഓക്കെ, അപ്പോൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 8 ഡിഗ്രി ചാനലാണ്. അപ്പോൾ ഈ മാലിദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലും അതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലും ഏത് തന്നെയാണ്? അത് മാലിദ്വീപാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലും ഉത്തരം മാലിദ്വീപാണ്. അപ്പോൾ മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഏത്? മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആഗോളതാപനത്തിനെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിനിടയിൽ എന്ത് മന്ത്രിസഭാ യോഗം കൂടിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിദ്വീപാണ് കേട്ടോ. മാലിദ്വീപ്. ഓക്കെ, ഇനി ആൻഡമാൻ നിക്കോബർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 572ഓളം ദ്വീപുകൾ വരുന്നതാണ് ആര്? ആൻഡമാൻ നിക്കോബർ ഐലൻഡ്. ആൻഡമാൻ നിക്കോബർ ഐലൻഡിൻ്റെ അതായത് ക്യാപിറ്റലിൻ്റെ പേരാണ് ശ്രീവിജയപുരം എന്നാണ് കേട്ടോ. എന്താണ്? ശ്രീവിജയപുരം. ഈ പേര് വരാൻ പിന്നിൽ വേറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ശ്രീവിജയപുരത്തിൻ്റെ പഴയ പേരാണ് ഏത്? പോർട്ട് ബ്ലെയർ എന്നാണ്. പോർട്ട് ബ്ലെയർ. ഓക്കെയാണ്, പോർട്ട് ബ്ലെയർ. ഈ ആൻഡമാൻ നിക്കോബർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ ബംഗാൾ ഉൾക്കടലിനെ ആൻഡമാൻ കടലെന്നും അറിയപ്പെടുന്നു. എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? ആൻഡമാൻ കടലെന്നും അറിയപ്പെടുന്നു. ഇനി ബാരൻ ദ്വീപുണ്ട്. ബാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തരിശ് എന്നാണ് കേട്ടോ. തരിശ്. ഈ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബറിലാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബറിലെ ഒരു ദ്വീപാണ് ഏത്? ബാരൻ ദ്വീപ്. അപ്പം PSCയുടെ സ്ഥിരം ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ഓക്കെയാണ്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം അത് ബാരനാണ് കേട്ടോ. അവിടെ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ബാരനിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. നമ്മുടെ മുന്നിലുള്ള പ്രീവിയസ് ക്ലാസ്സുകളിൽ ആ ഉത്തരായന രേഖയെക്കുറിച്ച് എന്താണ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഉത്തരായന രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണേത്? അത് ഉത്തരായന രേഖയാണ് കേട്ടോ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണേത്? ഉത്തരായന രേഖ. അതാണ് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശം. ഓക്കെ, 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശം. അങ്ങനെ നമുക്ക് 23 ഡിഗ്രി 30 മിനിറ്റ് വടക്കൻ അക്ഷാംശം എന്നെന്താണ് വിളിക്കാം? അതാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പം ആ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഒന്ന് രാജസ്ഥാൻ, വലിയൊരു സംസ്ഥാനം. മധ്യപ്രദേശ്, ഇന്ത്യയുടെ മധ്യഭാഗമായതുകൊണ്ട് മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ്. അങ്ങനെ ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ് അല്ല, ഛത്തീസ്ഗഡ്. അടുത്തത് പശ്ചിമ ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ജാർഖണ്ഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ആര് കടന്നു പോകുന്നത്? ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ത്രിപുരയാണ് കേട്ടോ. ഏറ്റവും വലുത് രാജസ്ഥാനും ഏറ്റവും ചെറുതാണ് ത്രിപുര. ഇനി മധ്യപ്രദേശ് ചോദിച്ചു കഴിഞ്ഞാൽ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ആരില്ലെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണെന്ത്? ദൈർഘ്യം കൂടുതൽ മധ്യപ്രദേശ്. ദൈർഘ്യം കുറവ് ചോദിച്ചാൽ എവിടെ? അത് രാജസ്ഥാനിലൂടെയാണെന്ത്? ഉത്തരായന രേഖയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കുറവ് അനുഭവപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ കച്ച് കടലിടുക്ക്, ജിബ്രാൾട്ടർ കടലിടുക്ക്, കാംബെ കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്. അപ്പോൾ ഇവിടെ PSC ഉത്തരമായിട്ട് എന്ത് കൊടുത്തു? മാന്നാർ കടലിടുക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പറയുന്ന ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി ഏത് എന്ന് ചോദിച്ചാൽ അത് പാക് കടലിടുക്ക് അല്ലെങ്കിൽ പാക് സ്ട്രെയിറ്റ് എന്ന് പറയും കേട്ടാ.
അല്ല എങ്കിൽ മാന്നാർ ഉൾക്കടൽ. ഓക്കെ, മാന്നാർ ഉൾക്കടൽ ഇതാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി. കടലിടുക്കെന്ന് പറഞ്ഞാൽ രണ്ട് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാല് പോലെയുള്ള ഭാഗമാണ് ഇത് കടലിടുക്കെന്ന് പറഞ്ഞാൽ. എന്നാൽ ഉൾക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഉൾക്കടൽ. അങ്ങനെ പാക് കടലിടുക്ക് അല്ലെങ്കിൽ മാന്നാർ ഉൾക്കടൽ അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് ഇതാണെന്ത്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി. അപ്പം ഇവിടെ നോക്ക്, പാക് കടലിടുക്ക് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം റോബർട്ട് പാക്ക് എന്ന് പറയുന്ന ഒരു ഗവർണർ ജനറൽ എന്ത് ചെയ്തിരുന്നു? ചെന്നൈ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാക്ക് എന്ന് പറയുന്ന പേര് വന്നത്. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ കച്ച് കടലിടുക്ക്, ജിബ്രാൾട്ടർ കടലിടുക്ക്, കാംബെ കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വന്നത് മാന്നാറാണ്. എന്നാൽ മാന്നാർ ഉൾക്കടൽ എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ് തൊട്ട് താഴെ തന്നിരിക്കുന്നത്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലൂടെ കടലിടുക്ക് ഏത്? സിലോൺ കടലിടുക്ക്, അറബിക്കടലിടുക്ക്, മാന്നാർ കടലിടുക്ക്, പാക് കടലിടുക്ക്. കണ്ട, ഇവിടെ ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാക് കടലിടുക്കാണ്. ഉൾക്കടലിൻ്റെ പേരാണ് എന്ത്? മാന്നാർ ഉൾക്കടൽ. എന്നാൽ ഇവിടെയുള്ള ഓപ്ഷനുകളിലൊന്നും, അതായത് 14ാമത്തെ ചോദ്യത്തിലെ ഓപ്ഷനുകളിലൊന്നും പാക് കടലിടുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. കച്ച് കാംബെയൊക്കെ അങ്ങ് ദൂരെയാണ്, ഗുജറാത്തിൻ്റെ ഭാഗത്താണ്. ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങ് ആഫ്രിക്കയെയും അതുപോലെ തന്നെ യൂറോപ്പിനെയും വേർതിരിക്കുന്നതാണ് ജിബ്രാൾട്ടർ. പിന്നെ മാന്നാർ എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ലേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ആൻസറായിട്ട് മാന്നാർ കടലിടുക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാന്നാർ കടലിടുക്കെന്നും പാക് കടലിടുക്കെന്നും ചോദിച്ചാൽ ആൻസർ എഴുതണം, അത് പാക് കടലിടുക്ക് എഴുതണം. എന്നാൽ ഇവിടെ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എന്നിരിക്കട്ടെ. പാക് കടലിടുക്കിന് പകരം പാക് കടലിടുക്കിന് പകരം പാക് ഉൾക്കടലെന്നും മാന്നാർ ഉൾക്കടലെന്നുമായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എന്താണ്? ഇടയിലുള്ള കടലിടുക്കിന് പകരം ഉൾക്കടൽ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ മാന്നാർ ഉൾക്കടൽ വന്നേനെ. അപ്പം ഒരു ക്വസ്റ്റ്യന് PSC എന്താണ്? പല ഉത്തരങ്ങൾ തരും. അപ്പോൾ ഉത്തരങ്ങൾ നമ്മൾ വായിച്ച് നോക്കി കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് മാത്രമേ ഉത്തരം എഴുതാവൂ കേട്ടോ. ഓക്കെ ആണേ.